നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മൂലം അമേരിക്കയ്ക്ക് ഓരോ വർഷവും $250 ബില്യൺ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നു. 2012 മാത്രം US കസ്റ്റംസ് $1.26 ബില്യൺ വ്യാജ ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. ഇവയിൽ പ്രധാനമായത് ഹാൻഡ് ബാഗുകൾ, പേഴ്സുകൾ, വാച്ചുകൾ, ആഭരണങ്ങൾ എന്നിവയാണ്. വർഷങ്ങൾക്ക് മുൻപ് കണ്ടെയ്നറുകളിൽ എത്തിയിരുന്ന ഈ സാധനങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഉപഭോക്താക്കളുടെ കയ്യിൽ നേരിട്ട് എത്തിച്ചേരുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലായും അമേരിക്കയിൽ എത്തുന്നത് ചൈനയിൽ നിന്നുമാണ്. വ്യാജ സാധനങ്ങൾ കയറ്റി അയക്കുന്ന മറ്റ് പ്രധാന രാജ്യങ്ങൾ ഹോങ്കോങ്, സിംഗപ്പൂർ, തായ്വാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ്. US സെൻട്രൽ ബാങ്കിന്റെ ഇന്റേണൽ വെബ്സൈറ്റിൽ ഹാക്കേഴ്സ് നുഴഞ്ഞുകയറുകയും 4000-ഓളം US ബാങ്ക് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ മോഷ്ടിച്ച് പുറത്തുവിടുകയും ചെയ്തു. റിസർവ് ബാങ്കിന്റെ അറിയിപ്പിൽ ഈ നുഴഞ്ഞുകയറ്റം താൽക്കാലികമായിരുന്നുവെന്നും ബാങ്കിന്റെ തന്ത്രപ്രധാന പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല എന്നും അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കയിലെ നിരവധി വെബ്സൈറ്റുകളിൽ ഹാക്കേഴ്സ് അതിക്രമിച്ചു കയറിയിരുന്നു. ഇതിൽ പ്രധാനമായവ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി, പ്രമുഖ പത്രങ്ങളായ ന്യൂയോർക്ക് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, വാഷിംഗ്ടൺ പോസ്റ്റ്, ട്വിറ്റർ എന്നിവയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങുന്ന US പോസ്റ്റൽ സർവീസ് ശനിയാഴ്ചയുള്ള തപാൽ വിതരണം നിർത്തിവെക്കുന്നു. ഇതുമൂലം $2 ബില്യൺ ലാഭിക്കാമെന്ന് അധികൃതർ കരുതുന്നു. പോസ്റ്റൽ സർവീസിന്റെ കഴിഞ്ഞ വർഷത്തെ നഷ്ടം $15.9 ബില്യൺ ആയിരുന്നു. നഷ്ടം വരുന്നതിന്റെ പ്രധാന കാരണം ജോലിയിൽ നിന്നും വിരമിക്കുന്നവർക്ക് നൽകുന്ന മെഡിക്കൽ ഇൻഷുറൻസിനായി നൽകുന്ന തുകയാണ്. ഇത് തന്നെ $11.1 ബില്യനാണ്. നഷ്ടത്തിൽ നടക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സ്വകാര്യവൽക്കരിക്കുന്നതിനെ റിപ്പബ്ലിക്കൻ പാർട്ടി ശക്തമായി പിന്തുണയ്ക്കുന്നു. എന്നാൽ പോസ്റ്റൽ ജീവനക്കാരുടെ യൂണിയന്റെ ശക്തമായ പിന്തുണയുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഈ നീക്കത്തെ എതിർക്കുകയും ചെയ്യുന്നു. നഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന തപാൽ വിതരണ ശൃംഖലയെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ പാട്രിക് ഡൊണാവോ തപാൽ വിതരണം 5 ദിവസമാക്കിക്കൊണ്ടുള്ള സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. ഈ വർഷം ഓഗസ്റ്റ് മാസത്തോടെ ശനിയാഴ്ച ദിവസങ്ങളിലെ തപാൽ വിതരണം നിർത്തുന്നതിലൂടെ $2,000 കോടി നഷ്ടം നികത്താനാവുമെന്നാണ് USPS അധികൃതർ വാദിക്കുന്നത്. എന്നാൽ US കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ചുരുക്കം ഗവൺമെന്റ് ഏജൻസികളിലൊന്നായ USPSന് ഈ തീരുമാനം കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ പ്രഖ്യാപിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. പോസ്റ്റ് മാസ്റ്റർ ജനറലുടെ പ്രഖ്യാപനം തന്നെ ഭരണഘടനാ ലംഘനമാണെന്ന് ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. പോയ വർഷം $15,000 കോടി നഷ്ടം രേഖപ്പെടുത്തിയ USPSനെ പിടിച്ചു നിർത്താൻ ഒട്ടേറെ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നഷ്ടത്തിലേക്ക് നയിക്കുന്ന കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒട്ടേറെ ചെറുകിട ബിസിനസ്സുകളും ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളും ആശ്രയിക്കുന്ന ശനിയാഴ്ചത്തെ തപാൽ വിതരണം വെട്ടിച്ചുരുക്കുന്നതിലാണ് ഭിന്നാഭിപ്രായമുള്ളത്. പെൻഷൻ ഫണ്ടിലേക്ക് എല്ലാ വർഷവും $5,000 കോടിയോളം നൽകണമെന്ന നിബന്ധന USPSനെ വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു സർക്കാർ ഏജൻസിക്കും ഇത്തരമൊരു നിബന്ധനയില്ല. കഴിഞ്ഞ ഏപ്രിലിൽ 1,00,000-ഓളം തപാൽ ജീവനക്കാരെ VRS നൽകി പിരിച്ചുവിടുവാൻ അമേരിക്കൻ സെനറ്റ് ശുപാർശ ചെയ്തിരുന്നു. ഈ തീരുമാനത്തിലൂടെ $15,000 കോടി നഷ്ടം നികത്തുവാൻ USPSന് സാധിച്ചു. എന്നാൽ പ്രസ്തുത ബില്ലിൽ ശനിയാഴ്ചകളിലെ തപാൽ വിതരണം നിർത്തിവെക്കുന്നത് 2 വർഷത്തേക്ക് പരിഗണിക്കരുതെന്ന് സെനറ്റ് നിർദ്ദേശിച്ചിരുന്നു. ഇതൊക്കെ മറികടന്നാണ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ പ്രഖ്യാപനം പുറത്തുവന്നത്. ഏതായാലും ഭൂരിഭാഗം ജനവിഭാഗങ്ങളും ഇമെയിൽ പോലുള്ള നൂതന വിനിമയ മാർഗങ്ങൾ ആശ്രയിക്കുമ്പോൾ USPSന്റെ ഘടന തന്നെ ഉടച്ചുവാർക്കാതെ ഈ സർക്കാർ ഏജൻസിക്ക് നിലനിൽപ്പില്ലെന്നാണ് പൊതുവെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൈരളി USA വേണ്ടി ഡാലസിൽ നിന്നും മഞ്ജിത് കൈനിക്കര. അമേരിക്കയിൽ ഗതാഗതക്കുരുക്ക് മൂലം ഓരോ വർഷവും ഉണ്ടാകുന്ന നഷ്ടം $121 ബില്യൺ ആണ്. ഗതാഗതക്കുരുക്കിൽപ്പെടുന്നവരുടെ സമയനഷ്ടവും ഇന്ധനനഷ്ടവും കണക്കിലെടുത്ത് ടെക്സസ് A&M ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിലാണ് ഈ വിവരം വെളിപ്പെട്ടത്. 2011 അമേരിക്കയിലെ ഒരു ശരാശരി പൗരൻ $818 ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നഷ്ടമാക്കിയത്. ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിലാണ്. ഇവിടെ 30 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട യാത്രയ്ക്ക് 3 മണിക്കൂർ വരെയാണ് ചിലവിടുന്നത്. രാജ്യത്തെ ട്രാഫിക് ജാം ഏറ്റവും കുറഞ്ഞ വൻ നഗരം ഫ്ലോറിഡയിലെ പെൻസക്കോളയാണ്. 2011 അമേരിക്കക്കാർ കാറിലിരുന്ന് നഷ്ടമാക്കിയത് 5.5 ബില്യൺ മണിക്കൂറുകളാണ്.
കുടിയേറ്റ നിയമ ഭേദഗതി അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി നടന്ന ചർച്ചയിൽ പ്രസിഡന്റ് ഒബാമ തൊഴിലാളി പ്രതിനിധികളെ കൂടാതെ സെന്റർ ഫോർ കമ്മ്യൂണിറ്റി ചേഞ്ച് പ്രതിനിധി ദീപക് ഭാർഗവ്, സൗത്ത് ഏഷ്യൻ അമേരിക്കൻസ് ലീഡിംഗ് ടുഗെദർ പ്രതിനിധി ദീപ അയ്യർ തുടങ്ങിയവരെയും ക്ഷണിക്കുകയുണ്ടായി. വിശാലമായ സാമ്പത്തിക കാഴ്ചപ്പാടനുസരിച്ച് കുടിയേറ്റ നിയമ പരിഷ്കരണം എങ്ങനെ ഫലപ്രദമാക്കാം എന്നതാണ് പ്രസിഡന്റ് ഒബാമ ലക്ഷ്യമിടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളി നേതാക്കളും വ്യവസായ പ്രമുഖരും പ്രസിഡന്റ് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തി. വാൾമാർട്ട് ഇന്ത്യയിലെ ചില്ലറ വ്യാപാര രംഗത്തേക്ക് പ്രവേശനം നേടുന്നതിനായി അമേരിക്കൻ ജനപ്രതിനിധികളുടെ ഇടയിൽ ലോബിയിങ്ങിനായി $6.13 മില്യൺ ചിലവിട്ടത്. ഈ വിവരം വിവാദമായതോടെ തങ്ങൾ ഇന്ത്യൻ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വാൾമാർട്ട് വ്യക്തമാക്കി. ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നതിനായി 2008 മുതൽ ശ്രമം ആരംഭിച്ച വാൾമാർട്ട് ഇതേവരെ $34 മില്യൺ ഈ ശ്രമങ്ങൾക്കായി ചിലവിട്ടതെന്ന് കണക്കുകൾ കാണിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിലൂടെ $200 മില്യൺ തട്ടിയെടുത്ത 18 പേരെ FBI അറസ്റ്റ് ചെയ്തു. ഇവരെല്ലാവരും ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവേനിയ, കനറ്റിക്കട്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. വ്യാജരേഖകളും തിരിച്ചറിയൽ കാർഡുകളും നിർമ്മിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും ക്രെഡിറ്റ് കാർഡുകൾ കൈവശമാക്കുകയും ചെയ്യുന്ന ഈ സംഘത്തിൽ ഇന്ത്യൻ വംശജരും ഉൾപ്പെടുന്നു എന്ന് സംശയിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ 25,000-ഓളം വ്യാജ ക്രെഡിറ്റ് കാർഡുകളാണ് ഈ സംഘം സംഘടിപ്പിച്ചത്. ഇവരുടെ കൂട്ടാളികൾ പാകിസ്ഥാൻ, ഇന്ത്യ, കാനഡ, UAE, ചൈന, റൊമാനിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. സ്കൂളുകളിലെ വെൻഡിംഗ് മെഷീനുകളിൽ നിന്നും വിതരണം ചെയ്യുന്ന ലഘുഭക്ഷണ പാനീയങ്ങൾക്ക് നിയന്ത്രണം വരുന്നു. കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാക്കുന്ന പൊറ്ററ്റോ ചിപ്സ്, മുട്ടായികൾ, ലഘുപാനീയങ്ങൾ എന്നിവയ്ക്കാണ് നിയന്ത്രണം വരുന്നത്. ഈ നിയമം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കണമെന്ന് അഗ്രികൾച്ചർ സെക്രട്ടറി ടോം വാസ്ലോക്ക് നിർദ്ദേശിച്ചു. ഇതോടൊപ്പം കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ കൂടുതൽ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതാണെന്ന് USDAയുടെ അറിയിപ്പിൽ പറയുന്നു. അമേരിക്കയിലെ 18 വയസ്സിനു താഴെയുള്ളവരിൽ 1/3 പേരും അമിത വണ്ണമുള്ളവരാണ്. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ യൂണിയനായ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ DC 375ന്റെ DC37ന്റെ റെക്കോർഡിംഗ് സെക്രട്ടറിയായി ശ്രീമതി ലീല മാരട്ട് 4ാം തവണയും 300 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. 25,000 അംഗങ്ങളുള്ള യൂണിയനിൽ 3 വർഷം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. പ്രസിഡന്റ് ക്ലൗഡ് ഫോർട്ടിന്റെ പാനലിൽ മത്സരിച്ച ലീല മാരട്ട് സെക്രട്ടറി സ്ഥാനം കൂടാതെ സെൻട്രൽ കൗൺസിൽ പ്രതിനിധിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാദർ K. കുര്യാക്കോസ് രചിച്ച ടൈംലെസ് ടീച്ചിങ് ആൻഡ് എത്തിക്കൽ വിഷൻസ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ പോളിസി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ജോസ് കടാപ്പുറം നിർവഹിച്ചു. ന്യൂയോർക്ക് ചാപ്റ്റർ ഭാഷാ അധ്യാപകർക്കും കലാ അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച സംവാദ പരിപാടിയോടനുബന്ധിച്ചാണ് പ്രകാശന കർമ്മം നടത്തപ്പെട്ടത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ദേശീയ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഹ്യൂസ്റ്റണിലെ സെയിന്റ് തോമസ് കാത്തലിക് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോനാഥൻ മൈക്കിൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ടെക്സസ് സൗത്ത് വെസ്റ്റ് റീജിയനെ പ്രതിനിധീകരിച്ചാണ് ജോനാഥൻ മത്സരത്തിൽ പങ്കെടുക്കുക. ഹ്യൂസ്റ്റണിലെ ജെയ് ലിസ് ദമ്പതികളുടെ പുത്രനാണ് ജോനാഥൻ. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.